ഹലോ. അപ്പോൾ ഈ നിമിഷപ്രിയ എന്ന പേര് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആരാണ് നിമിഷപ്രിയ? അവർ ചെയ്ത കുറ്റം എന്താണ്? യമനിൽ അവർ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നത് എന്തിനാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പലർക്കും ഈ പേര് കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ കേസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാണ് നിമിഷപ്രിയ? 2008 ജോലി തേടി യമനിലേക്ക് പോയ ഒരു പാലക്കാട്ടുകാരി നേഴ്സാണ് നിമിഷപ്രിയ. അവർ SSLC കഴിഞ്ഞിട്ടില്ലായിരുന്നു, അല്ലാതെ ഡയറക്റ്റ് ഡിപ്ലോമ എടുക്കുകയാണ് ചെയ്തത്. നഴ്സിംഗ് ഡിപ്ലോമ മറ്റോ എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇന്ത്യയിലെന്ന് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലെയും നഴ്സുമാർക്ക് SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ കമ്പൾസറി ആയതുകൊണ്ട് അവർക്ക് പല രാജ്യങ്ങളിലേക്കും വിസ കിട്ടിയില്ല. തുടർന്നാണ് അവർ യമനിലേക്ക് പോയത്. 2008 നിമിഷപ്രിയ യമനിലേക്ക് പോയത്. അതിനുശേഷം 2011 അവർ തിരികെ കേരളത്തിൽ വന്ന് ടോമി തോമസിനെ വിവാഹം ചെയ്തു. അതിനുശേഷം ഇലക്ട്രീഷ്യനായ ടോമി തോമസും യമനിലേക്ക് നിമിഷപ്രിയയോടൊപ്പം പോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അവർക്ക് 2012 ഒരു കുഞ്ഞുണ്ടായി. ഇവർ ജോലി ചെയ്തിരുന്നത് യമനിലെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ക്ലിനിക്കിലും മറ്റും ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ എല്ലാം വേതനം, ശമ്പളം കുറവായിരുന്നതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് 2014 ടോമി തോമസും മകളും കൊച്ചിയിലേക്ക് മടങ്ങിയെത്തി. അതിനുശേഷം നിമിഷപ്രിയ മാത്രമായിരുന്നു യമനിൽ ഉണ്ടായിരുന്നത്. 2014 തന്നെ അവർ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. 2014 അവർ ജോലി രാജിവെച്ചു. അതിനുശേഷം ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. യമനിലെ നിയമങ്ങളനുസരിച്ച് അവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, അതൊരു ക്ലിനിക്ക് ആണെങ്കിലും മറ്റേതെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒരു ലോക്കൽ പാർട്ട്ണർ ആവശ്യമാണ്. പല ഗൾഫ് രാജ്യങ്ങളിലും ഈ നിയമം ഉണ്ടായിരുന്നു, നിലവിലുണ്ട്. ചില രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങൾ ഈ നിയമം 2022 ജാനുവരി മുതൽ ഇല്ലാതാക്കി. ലോക്കൽ എമിറാത്തി പാർട്ട്ണർ ഇപ്പോൾ ആവശ്യമില്ല പല ബിസിനസ്സുകൾക്കും. UAE ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് ചില ബിസിനസ്സുകൾക്ക് മാത്രമാണത് ഇപ്പോഴും സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് എമിറാത്തി പാർട്ട്ണർ വേണം എന്ന നിബന്ധന അല്ലെങ്കിൽ നിഷ്കർഷം ഉള്ളത്. എന്നാൽ യമനിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു ലോക്കൽ യമനി പാർട്ട്ണർ ആവശ്യമായിരുന്നു. അതിനെ തുടർന്നാണ് അവർ യമനി നാഷണലായിട്ടുള്ള തലാൽ അബ്ദോ മെഹദിയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്. ഈ തലാൽ അബ്ദോ മെഹദി എന്നത് അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. അയാളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് മെഹദിയുടെ വൈഫ് ഡെലിവറിക്കായിട്ട് വന്നത്. ആ സമയത്തുള്ള പരിചയമാണ് ഈ പാർട്ട്ണർഷിപ്പിലേക്ക് നയിച്ചത്. എന്നാൽ മെഹദി ആയിട്ട് ഇവർ കൂടുതൽ ക്ലോസ് ആവുകയും മെഹദി കേരളത്തിൽ ഇവരോടൊപ്പം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെഹദി തന്നെ ഇവരുടെ കല്യാണ ഫോട്ടോയെ മോർഫ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് ഇവരുടെ കല്യാണം നടന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. എന്നാൽ അതിനെതിരെയുള്ള വാദം എന്തെന്നാൽ ഇവർ കല്യാണം കഴിച്ചു, ആ യമനിയെ കല്യാണം കഴിച്ചു, അവർ വിവാഹിതരായി തന്നെ യമനിൽ തുടരുകയായിരുന്നു എന്നൊരു മറുവാദവുമുണ്ട്. അപ്പോൾ ഇവർ ക്ലിനിക്ക് തുടങ്ങി 2014. ക്ലിനിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ, ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ മഹദിയുടെ പെരുമാറ്റ രീതിയിൽ മാറ്റങ്ങൾ വന്നു എന്നാണ് നിമിഷപ്രിയ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ വാദിക്കുന്നത്. അയാൾ അവരെ വളരെയധികം ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ പാസ്പോർട്ട് പിടിച്ചു വാങ്ങി വെക്കുകയും ചെയ്തു. ക്ലിനിക്കിൽ നിന്നുള്ള ലാഭം വഴിമാറ്റി ചിലവഴിക്കാനും ധൂർത്തടിക്കാനും തുടങ്ങി. ഇതിനെയൊക്കെ നിമിഷപ്രിയ ചോദ്യം ചെയ്തു, പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനൊക്കെ മറുപടി എന്നുകൊണ്ട് അയാൾ ടോർച്ചറിങ് കൂടുതലായി തുടർന്നു എന്നാണ് നിമിഷപ്രിയയുടെ വാദം. അതിനെ തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ഏകദേശം 6 ദിവസത്തോളം ജയിലിലും അടച്ചിരുന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം പീഡനം കൂടി. അത് സഹിക്കാൻ വയ്യാതായപ്പോൾ നിമിഷപ്രിയയും കൊലീഗായ ഒരു യമനി യുവതി, ഹനാൻ എന്ന യമനി യുവതിയും ചേർന്ന് ഇയാൾക്ക് സെഡേറ്റീവ്സ് കൊടുത്തു. എന്നാൽ സെഡേറ്റീവ്സിൻ്റെ ഓവർഡോസ് മൂലം മഹദി മരണപ്പെട്ടു. ഈ കുറ്റകൃത്യം ഒളിപ്പിക്കാനായിട്ട് ഇവർ ഇയാളുടെ ശരീരം കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. ശേഷം അവർ അല്പം അകലെയുള്ള ഒരു ക്ലിനിക്കിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അതിനിടെ ഈ വാർത്ത സ്പ്രെഡായതോടെ ഈ മഹദി മിസ്സിംഗ് ആയെന്ന് വീട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്തു. അതിനെ തുടർന്ന് ബോഡി കണ്ടെടുത്തു. ഈ വാർത്ത സ്പ്രെഡായതോടുകൂടി യമനിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ സൗദി അറേബ്യ യമൻ അതിർത്തിയിൽ നിന്ന് അവർ അറസ്റ്റിലായി. 2017 മുതൽ അവർ അറസ്റ്റിലാണ്.
യമനിലെ ജയിലിലാണ്. ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്നതിനേക്കാളും ഇന്ത്യ ഗവൺമെന്റിന് എന്തുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം. 2015 യമനിൽ സിവിൽ വാർ, ആഭ്യന്തര കലാപം തുടങ്ങി. ഹൂതി വിമതരും യമൻ ഗവൺമെന്റുമായിട്ടുള്ള കലാപം അന്നു മുതൽ നടക്കുകയാണ്. അതിനെ തുടർന്ന് ഹൂതി വിമതർ സന അഥവാ യമന്റെ ക്യാപിറ്റലായ സന പിടിച്ചെടുത്തു. അന്നു മുതൽ ഹൂതി വിമതരാണ് സന ഭരിക്കുന്നത്. യമനി ഗവൺമെന്റിന് അവിടെ യാതൊരു റോളുമില്ല. അതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ഇന്ത്യൻ എംബസി പൂട്ടുകയും ചെയ്തു. സനായിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല. 2015 ആഭ്യന്തര കലാപം തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഏകദേശം 4600ഓളം ഇന്ത്യക്കാരെ യമനിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അന്ന് നിമിഷപ്രിയയെ പോലെ പലരും, ഏകദേശം 100ഓളം പേർ അവിടെ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചു. അവർ അവിടെ തന്നെ തുടരുകയാണ്. നിമിഷപ്രിയയ്ക്ക് പറ്റിയതെന്ന് വെച്ചാൽ ക്ലിനിക്കിന് വേണ്ടി വളരെയധികം പണം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. കടം മേടിച്ച പണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ വരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ നിമിഷപ്രിയ പറയുന്നത്. 2017 തന്നെ ഇന്ത്യ ഗവൺമെന്റ് യമനിലേക്ക് യാത്രാ വിലക്കും ഏർപ്പെടുത്തി. ഇപ്പോൾ യമൻ ഗവൺമെന്റിന്റെ ആസ്ഥാനം ഏദൻ എന്ന പ്രദേശമാണ്, സന അല്ല. സനായിൽ ഹൂതി വിമതരാണ് ഭരിക്കുന്നത്. അപ്പോൾ 2017 മുതൽ യാത്രാ വിലക്ക് വന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് അവിടെ ഒരു തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകളും നടത്തുന്നില്ല. അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും നിമിഷപ്രിയ സേവ് കൗൺസിലും ചേർന്ന് കൊടുത്ത കേസിന്മേൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് യമനിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. നിമിഷപ്രിയയുടെ അമ്മയ്ക്കും ഈ സേവ് കൗൺസിൽ അംഗങ്ങൾക്കും അങ്ങോട്ട് യാത്ര ചെയ്യാം. പക്ഷേ അവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം പോകാൻ എന്നാണ് കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയും പറയുന്നത്. കാരണം ഇന്ത്യ ഗവൺമെന്റിന് അവിടെ പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നുമില്ല. ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾ ആരും ഹൂതിയിലില്ല. അതിന് കാരണം ഹൂതി വിമതരെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. യമൻ ഗവൺമെന്റിനെ മാത്രമാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്. ഹൂതി വിമതരെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇടപെടലുകൾ നടത്തുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ഇവർ ഏദനിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഏകദേശം 14 മണിക്കൂറോളം റോഡ് മാർഗം യാത്ര ചെയ്ത് വേണം സനായിലെത്താൻ. സന സെൻട്രൽ ജയിലിലാണ് നിമിഷപ്രിയ കഴിയുന്നത്. അപ്പോൾ സനായിലാണ് ഇവർക്ക് നെഗോഷിയേഷൻസിനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഏകദേശം 14 മണിക്കൂറോളം യാത്ര ചെയ്യണം. ആ യാത്രയും വളരെ ദുർഘടം പിടിച്ചാണ്. അതിന് സുപ്രധാനമായിട്ടുള്ള കാരണം എന്തെന്നാൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. ഒട്ടും സേഫ് അല്ലാത്ത ഏരിയയാണ് യമൻ. എന്താണ് അടുത്ത നടപടി എന്ന് വെച്ചാൽ, ഈ യമൻ സുപ്രീം കോർട്ട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ച യമൻ സുപ്രീം കോർട്ട് കഴിഞ്ഞ നവംബർ 13 നിമിഷപ്രിയയുടെ വധശിക്ഷ സുപ്രീം കോർട്ട് ശരിവച്ചത്. സുപ്രീം കോർട്ട് ശരിയത്ത് നിയമം അനുസരിച്ച് മറ്റൊരു ആനുകൂല്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ കുടുംബത്തിന്, മഹദിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുത്ത് ഇതിൽ നിന്ന് ഒഴിവാകാം. ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മഹദിയുടെ കുടുംബം ഏകദേശം 70 ലക്ഷം രൂപ, 70 lakh rupees ആണ് ബ്ലഡ് മണിയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗോഷിയേഷൻസിനും അവിടെ കുടുംബമായിട്ട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്താനും വേണ്ടിയാണ് പ്രേമകുമാരിയും സേവ് നിമിഷ കൗൺസിലും യമനിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ യമനിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. നിമിഷപ്രിയ അത് പൂർണ്ണമായും നിരാകരിക്കുന്നില്ല. അയാൾ സെഡേറ്റീവ്സിൻ്റെ ഓവർഡോസ് മൂലം മരണപ്പെട്ടതാണെന്നാണ് നിമിഷപ്രിയയുടെ വാദം. എന്നാൽ അതേസമയം തന്നെ അയാളെ അവർ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ശേഷം യമനിൽ തന്നെ തുറന്നതെന്തിന് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിമിഷപ്രിയ കേസിൻ്റെ പല വശങ്ങൾ. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ സിറ്റുവേഷൻസും ആ കണ്ടീഷൻസും ഒന്നും അറിയാം. താങ്ക് യു.